കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇങ്ങനൊരു അവസരത്തെ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി തൻ്റെ ജനത്തോടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന വലിയ ദൈവം നമ്മുടെ ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് യേശുദാസ് എന്നാണ്. കൊറ്റാമം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഡ്രൈവറാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ വലിയ ലോറികൾ ഓടിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം എന്നോടുകൂടെ ലോറിയിൽ മറ്റാരും ഉണ്ടായിരിക്കുകയില്ല. ഞാനെപ്പോഴും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ആ സമയങ്ങളിൽ യാദൃശ്യമായ ഏകദേശം 1996-97 കാലഘട്ടത്തിൽ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു പാട്ട് തരുവാനായിട്ടിടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിച്ചതോ നനച്ചതോ ഒന്നുമല്ല. എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അന്നൊക്കെ ഒരുവിധം ഞാൻ പാടുമായിരുന്നു. ഇപ്പോഴെൻ്റെ ശബ്ദമെല്ലാം വളരെ അടഞ്ഞ രീതിയിലാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ കുറേ പാട്ടുകൾ എഴുതി. എന്നാൽ അത് നാട്ടിൽ വന്ന് പാടിയപ്പോൾ പലർക്കും അത് സന്തോഷമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ മാധ്യമത്തിൽ നിന്നും വിരമിക്കുവാനും പിന്നെ അതിനെക്കുറിച്ച് എഴുതുവാനൊന്നും താല്പര്യപ്പെട്ടില്ല. വീണ്ടും ഞാൻ 2000 ഞാൻ വീണ്ടും സൗദിയിൽ പോയി. 2001 ആയപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, കൊടും വേനലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇങ്ങനെ ലോറിയുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ദൈവമേ, ഇതാർക്ക് വേണ്ടി ഈ കഷ്ടപ്പാട്, ഈ കൊടും ചൂടിൽ എന്തിനാ ഞാനിങ്ങനെ വേദനപ്പെടുന്നത് എന്നുള്ള പല ചിന്തകളും എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു പാട്ടിൻ്റെ ഈരടികൾ കടന്നു വരുവാനായിട്ടിടയായിത്തീർന്നു. ഈരടികൾ കടന്നു വരുന്നത് വരികളോടും ഈണത്തോടും കൂടെയാണ് കടന്നു വരുന്നത്. എൻ്റെ ഹൃദയത്തിൽ ആരോ ഇരുന്ന് പാടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. അന്ന് എഴുതിയ പാട്ടാണ്. കൊടും ശോധനകളിൽ ഏറെ വലഞ്ഞിടുമ്പോൾ ഞാൻ ഭയപ്പെടും വേളകളിൽ എനിക്കാശ്രയമായി യേശു അരികിലുണ്ട്, എൻ കരം പിടിച്ചുയർത്തിടുവാൻ. ഈ പാട്ടാണ് അതിന് ശേഷം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനുശേഷം ഞാൻ ഈ പാട്ടുകളെല്ലാം എഴുതി ശേഖരിക്കുമായിരുന്നു. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പല പാട്ടുകളും എൻ്റെ ഹൃദയത്തിൽ വരുമായിരുന്നു. ഞാൻ അതിനെല്ലാം എഴുതി വെച്ച് സൂക്ഷിക്കുമായിരുന്നു. ഈ പാട്ടുകളെല്ലാം 2010 സ്നേഹ ഇടയൻ എന്ന ഒരു CD-യിലൂടെ 6 പാട്ടുകൾ റെക്കോർഡ് ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അത് ഇപ്പോൾ ചില പാട്ടുകളെല്ലാം യൂട്യൂബിൽ ഉണ്ടായിരിക്കും. അത് സ്തോത്രം. മുംബൈ ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പാടിയ പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് എന്നോട് ചോദിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിൽ സ്തോത്രം, ഈ കൊടും ശോധനകൾ എന്ന പാട്ടുണ്ട്. സ്തുതിച്ചിടും ഞാൻ എൻ്റെ യഹോവയേ, ആ ഒരു പാട്ടുണ്ട്.
പച്ചയായ പുൽപ്പുറങ്ങൾ തേടി എന്നെ തീറ്റിടുന്ന എൻ്റെ ദൈവം നല്ല ഇടയൻ. ആ ഒരു പാട്ട്. അഹവാ ആറ്റിനരികിൽ പകർന്നാത്മശക്തി എന്നിൽ നിറയ്ക്കണമേ. ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അതിനുശേഷം ആമേൻ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ വലങ്കരം പിടിച്ചെന്നും നടത്തിയിടും യേശു മാറാത്തവൻ എന്നും മാറാത്തവൻ. അതുപോലെ ആമേൻ സ്തോത്രം. വചനമാം വിത്തു വിതയ്ക്കാൻ എന്നെ വിളിച്ചോരു നല്ല നാഥനെ, പകരന്നിൽ നൽവരങ്ങളെ എന്നും തിരുനാമം വാഴ്ത്തി പാടുവാൻ. ഇങ്ങനെ ഒരു 6 പാട്ട് അതിനകത്തുണ്ട്. അതിൽ ബ്രദർ മുംബൈ ജോസഫ് എഴുതിയ ചില പാട്ടുകളുണ്ട്. എല്ലാം മനോഹരമായ ഗാനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചില പാട്ടുകൾ എഴുതിയതിന് ശേഷം ഒരു നാൾ ഇങ്ങനെ വാഹനവുമായി യാത്ര ചെയ്യുമ്പോൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എനിക്കൊരു എവിടെ പോയാലും പാടാനൊരു സ്പെഷ്യൽ പാട്ട് വേണം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പാട്ടായിരിക്കണമെന്ന് പല പ്രാവശ്യവും ഞാൻ കർത്താവിനോട് ചോദിച്ചു. പല ദിവസങ്ങളും പല മാസങ്ങൾ കടന്നുപോയി. ഒരു നാൾ കർത്താവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, മോനെ, എന്നെപ്പോലൊരു ദൈവം ഉണ്ടോടാ? ആ വാക്കെൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ഹൃദയം തകരുവാനായിട്ടിടയായിത്തു. അത്ര ശക്തിയായിട്ടുള്ള വാക്കായിരുന്നു കർത്താവിനോട് ചോദിച്ചത്. ഞാൻ കണ്ണുനീരോടെ പറഞ്ഞു, അപ്പാ, അങ്ങല്ലാതെ മറ്റൊരു ദൈവവുമില്ല, അങ്ങ് മാത്രമേ ദൈവമുള്ളൂ. എന്നോട് പറഞ്ഞെങ്കിൽ നീ മരപ്പണിക്കാരോടും ആമേൻ ഇരുമ്പ് പണിക്കാരോടും ആമേൻ കുശവനോടൊക്കെ ചോദിക്കണം, നിങ്ങൾ ഉണ്ടാക്കുന്ന ദൈവങ്ങൾ ദൈവമാണോ? നീ ചരിത്രകാരനോടും ചിത്രകാരനോടും ശില്പിയോടും ചോദിക്കണം, നിങ്ങൾ ആമേൻ സ്തോത്രം രചിച്ച ദൈവങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നുണ്ടോ? നിങ്ങളൊത്തിരി ദേവന്മാർക്ക് കാതുകൾ വരച്ചിട്ടുണ്ടല്ലോ. ആ കാതുകളിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും കാതുണ്ടോ? ഒത്തിരി കണ്ണുകൾ വരച്ചിട്ടുണ്ടല്ലോ, നിന്നെ കാണുന്ന ഏതെങ്കിലും കണ്ണുണ്ടോ? ഒത്തിരി ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്, അവയ്ക്കെല്ലാം കാലുകളുമുണ്ട്. ആമേൻ. അത് തനിയെ നിൽക്കുന്ന ഏതെങ്കിലും കാലുണ്ടോ? എന്നാൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന ഒരു ദൈവമുണ്ടെന്ന് നീ എല്ലാവരോടും വിളിച്ചു പറയണമെന്ന് എൻ്റെ ഹൃദയത്തിലന്ന് ഒരു ആലോചന തന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു രാഗത്തോടുകൂടെ ആമേൻ. എനിക്ക് ആമേൻ സ്തോത്രം മ്യൂസിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് മ്യൂസിക്കൊന്നും അറിയത്തില്ല, രാഗത്തിൽ പാടാനും അറിയത്തില്ല. എന്നാൽ ദൈവം എൻ്റെ ഹൃദയത്തിലിരുന്ന് ആമേൻ ആ ട്യൂണോടുകൂടെ വരികൾ വരുമ്പോൾ ഞാൻ പാടുന്നെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അന്ന് ദൈവം തന്ന ആ വരികളെ നിങ്ങളുടെ മുമ്പിൽ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് പാടാൻ അറിയില്ല, ശബ്ദം ശരിയല്ല, എങ്കിലും എന്നാൽ കഴിയുന്നത് പോലെ എൻ്റെ ഹല്ലേലൂയ സ്തോത്രം ശബ്ദത്തിനനുസരിച്ച് നിങ്ങളോട് ആ പാട്ട് പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റുപാടി ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വരികൾ ഇപ്രകാരമാണ്. എൻ്റെ ദൈവത്തെ പോലെ ദൈവമില്ലല്ലോ, ഇഹലോക പാപം ചുമന്നു തീർത്ത
ശക്തനല്ലയോ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും സ്നേഹദായകൻ. സകല ദേവന്മാരെയും ന്യായം തീർക്കും കർത്തനല്ലയോ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും സ്നേഹദായകൻ. സകല ദേവന്മാരെയും ന്യായം തീർക്കും കർത്തനല്ലയോ. ഇരുമ്പെടുത്തു ഉലയിലിട്ടു വാർത്തെടുത്താൽ ദൈവമോ, മരമെടുത്തു കരവിരുതിൽ കൊത്തിവച്ചാൽ ദൈവമോ. ഇരുമ്പെടുത്തു ഉലയിലിട്ടു വാർത്തെടുത്താൽ ദൈവമോ, മരമെടുത്തു കരവിരുതിൽ കൊത്തിവച്ചാൽ ദൈവമോ. കുശവന്റെ കയ്യിലെ കളിമണ്ണും ദൈവമോ, അതിൻ്റെ മുന്നിൽ നീ വിളിച്ചാൽ വിളി കേൾക്കാൻ ശക്തനോ. കുശവന്റെ കയ്യിലെ കളിമണ്ണും ദൈവമോ, അതിൻ്റെ മുന്നിൽ നീ വിളിച്ചാൽ വിളി കേൾക്കാൻ ശക്തനോ. എൻ്റെ ദൈവത്തെ പോലെ ദൈവമില്ലല്ലോ. ഇഹലോക പാപം ചുമന്നു തീർത്ത ശക്തനല്ലയോ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും സ്നേഹദായകൻ. സകല ദേവന്മാരെയും ന്യായം തീർക്കും കർത്തനല്ലയോ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും സ്നേഹദായകൻ. സകല ദേവന്മാരെയും ന്യായം തീർക്കും കർത്തനല്ലയോ. നീ രചിച്ച ദൈവങ്ങൾ നിന്റെ ഉള്ളിൽ വാഴുമോ. നീ വരച്ച കാതുകളിൽ നിന്റെ ശബ്ദം കേൾക്കുമോ. നീ രചിച്ച ദൈവങ്ങൾ നിന്റെ ഉള്ളിൽ വാഴുമോ. നീ വരച്ച കാതുകളിൽ നിന്റെ ശബ്ദം കേൾക്കുമോ. നീ മെനഞ്ഞ കണ്ണുകളാൽ നിന്നെ ഒന്ന് കാണുമോ. നീ ചമച്ച പാദങ്ങൾക്കു ശക്തിയുണ്ടോ നിൽക്കുവാൻ. നീ മെനഞ്ഞ കണ്ണുകളാൽ നിന്നെ ഒന്ന് കാണുമോ. നീ ചമച്ച പാദങ്ങൾക്കു ശക്തിയുണ്ടോ നിൽക്കുവാൻ. എൻ്റെ ദൈവത്തെ പോലെ ദൈവമില്ലല്ലോ. ഇഹലോക പാപം ചുമന്നു തീർത്ത ശക്തനല്ലയോ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും സ്നേഹദായകൻ. സകല ദേവന്മാരെയും ന്യായം തീർക്കും കർത്തനല്ലയോ. നിന്നെ കാണും ദൈവമുണ്ട്, നീ മറന്നു പോകുമോ. നിന്റെ പാപം പോക്കുവാനായി കാൽവരിയിൽ യാഗമായി. നിന്നെ കാണും ദൈവമുണ്ട്, നീ മറന്നു പോകുമോ. നിന്റെ പാപം പോക്കുവാനായി കാൽവരിയിൽ യാഗമായി. ചുടുരക്തം ചിന്തി നിന്നെ വിളിക്കുന്ന നാഥനെ മനസ്സാവരിക്കുവാൻ വരുമോ നീ സോദരാ. തിരുരക്തം ചിന്തി നിന്നെ വിളിക്കുന്ന നാഥനെ മനസ്സാവരിക്കുവാൻ വരുമോ നീ സോദരാ.
എൻ്റെ ദൈവത്തെ പോലെ ദൈവമില്ലല്ലോ, ഇകലോക പാപം ചുമന്നു തീർത്ത ശക്തനല്ലയോ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും സ്നേഹദായകൻ, സകല ദേവന്മാരെയും ന്യായം തീർക്കും കർത്തനല്ലയോ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും സ്നേഹദായകൻ, സകല ദേവന്മാരെയും ന്യായം തീർക്കും കർത്തനല്ലയോ. നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെയില്ല. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം, സകല ചരാചരങ്ങളെയും നിർമ്മിച്ച ദൈവം. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് ചോദിക്കുന്നു, മക്കളെ, എന്നെപ്പോലൊരു ദൈവമുണ്ടോ? ഞാൻ നിന്നോട് കൂടെ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മോട് കൂടെ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഈ ലോകത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴായിട്ട് ഹല്ലേലൂയ ഏകദേശം 500-ൽ പരം പാട്ടുകൾ എഴുതുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതിൽ നല്ല രാഗമുള്ളതുണ്ട്, രാഗം കുറഞ്ഞതുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതെല്ലാം ഞാൻ എഴുതി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം, ഇതിനെ ഷെയർ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പല തമിഴ് പാട്ടുകളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒരിക്കൽ ഹല്ലേലൂയ, ഈ കാലഘട്ടം നിങ്ങൾക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന, വേദനപ്പെടുന്ന മാതാപിതാക്കളുടെ കാലഘട്ടം. അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങൾ മദ്യപാനത്തിനും മയക്കുമരുന്നിനും കുലപാതകങ്ങൾക്കും മോഷണത്തിനും ഹല്ലേലൂയ ജോലി ചെയ്യാതെ ഹല്ലേലൂയ അധ്വാനമില്ലാതെ സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ കാലഘട്ടമാണിത്. ഞാനിങ്ങനെ ആമേൻ ഒരു നാളിങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു മാതാവിൻ്റെ കരച്ചിൽ ഒരു തമിഴ് പാട്ടായിട്ട് ആമേൻ എനിക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ 4 ചരണങ്ങൾ ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. പിന്നത്തേതിൽ ദൈവം അനുവദിച്ചാൽ ഹല്ലേലൂയ അത് പാടുവാൻ ആമേൻ ഈ കേസറ്റിലൂടെ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വെറും 4 ചരണങ്ങൾ മാത്രം, 4 വരികൾ മാത്രം പാടുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പാ 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 ഉമ്മോട് പേശുகிறേ நான் ഉമ്മോട് പേശുகிறേ தாயுள்ளங்குழந்தை மேல் பாசம் அந்த குழந்தைக்கு யார் மேலே நேசம் தாயுள்ளங்குழந்தை மேல் பாசம் அந்த குழந்தைக்கு யார் மேலே நேசம் உலகத்தின் வாழ்வென்றும் மோசம் அவன் போகின்ற வழி என்றும் நாசம் உலகத்தின் வாழ்வென்றும் மோசம் அவள் போகின்ற வழி என்றும் நாசம் அப்பா 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 உம்மோடு பேசுகிறே நான் ഉമ്മോടു പേശുகிறേ. കാലഘട്ടം ഹല്ലേലൂയ പാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം.
മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറയുടെ കാലഘട്ടം. ഇതൊക്കെ സംഭവിക്കുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ പാതയിലൂടെ കുഞ്ഞുങ്ങളെ നടത്തിയാൽ, കുഞ്ഞുങ്ങൾക്ക് നല്ല ഉപദേശം കൊടുത്താൽ, ഹല്ലേലൂയ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. എന്നാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഈ കാലഘട്ടത്തിൽ വേദപുസ്തകത്തിന് മാത്രമേ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ളൂ. വേദപുസ്തകത്തിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. വേദപുസ്തകമെന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അതിൽ ആമേൻ ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തെ പഠിക്കുവാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ എൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ ഭ്രമിക്കുന്നു.